സഹോദരങ്ങളെ, മനസ്സനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നമ്മുടെ മനോദുഃഖങ്ങൾക്ക് എന്താണ് ഒരു ശാശ്വത പരിഹാരം? ആ പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആനാണ്. ആ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് തന്നെ ശിഫാഉൻ ലിമാ ഫി സുദൂർ, മനുഷ്യന്റെ മനസ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെയുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ സഹോദരങ്ങളെ, കേവലം ഖുർആൻ പാരായണം ചെയ്തു പോവുക എന്നതിനപ്പുറം ഒരല്പം ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് ഖുർആനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തെ വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മനോവേദനക്കും ദുഃഖത്തിനുമുള്ള കാരണം? ഒന്ന്, അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രതിസന്ധികളിലാണ് ആളുകൾ ടെൻഷൻ അടിക്കുന്നത്. അതല്ലെങ്കിൽ സ്വന്തത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന കാര്യങ്ങളിൽ എന്തു ചെയ്യുമെന്ന ഒരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സുകളെ പലപ്പോഴും വേദനിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പലപ്പോഴും ഒരു സങ്കടത്തിന്റെ കാരണമായി വരാറുള്ളത്. അതുമല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറയുന്ന വാക്കുകളോ അവരിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങളോ ആണ് പലപ്പോഴും ഒരു ടെൻഷനായി, ഒരു സങ്കടമായി, അത് വല്ലാത്ത ഒരു വിഷാദമായി പലപ്പോഴും മാറാറുള്ളത്. സഹോദരങ്ങളെ, ഇതിനൊക്കെയുള്ള പരിഹാരം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ ആശ്വാസം കണ്ടെത്താനുള്ള മാർഗം എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറ തൗബയുടെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ പറയുക, ലൻ യുസീബനാ, ഞങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എന്തൊന്നാണോ വിധിച്ചു വെച്ചിട്ടുള്ളത്, പടച്ചോൻ എന്താണോ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വിധിച്ചു വെച്ചിട്ടുള്ളത്, അതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിലാണ് വിശ്വാസികൾ തവക്കുലാക്കുന്നത് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും, നമ്മുടെ കച്ചവടത്തിൽ ഒരു നഷ്ടം സംഭവിച്ചു, അതല്ലെങ്കിൽ നാം വിചാരിക്കുന്നതിന് വിപരീതമായി എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചാൽ, എന്റെ റബ്ബ് തീരുമാനിച്ചത് കൊണ്ടാണ് അത് നടക്കുന്നത്, അതിനെനിക്കൊരു ഖൈർ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതോടുകൂടി പിന്നെ അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. ഉടനെ തന്നെ വിശ്വാസി പറയുന്നത് എന്താ? ഓ മൗലാന, ആ റബ്ബാണ് ഞങ്ങളുടെ യജമാനൻ, അവരിലാണ് തവക്കുലാക്കുന്നത്. അതുകൊണ്ട് ഇത് പടച്ചോൻ തീരുമാനിച്ചു വെച്ച ഒരു കാര്യമാണ് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടായാൽ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ സങ്കടപ്പെടുന്നത്? പിന്നെ എന്തിനാണ് തീർത്താൽ തീരാത്ത ടെൻഷൻ അടിച്ച് മനസ്സിനും ശരീരത്തിനും നമ്മൾ രോഗം വരുത്തി വെക്കേണ്ട എന്താവശ്യമാണുള്ളത്? കാരണം നമ്മൾ തന്നെ പറയാണ്, ഇത് പടച്ചോൻ തീരുമാനിച്ചതാണല്ലോ എന്ന് പറയുന്നതോടുകൂടി വല്ലാത്തൊരു ആശ്വാസം മനസ്സിന് കണ്ടെത്താൻ കഴിയുന്ന. രണ്ടാമത്തത് ഉപജീവനത്തിന്റെ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഞാനും കുട്ടികളും എങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ജീവിതത്തിൽ ഒരു വിശ്രമം എടുക്കാതെ, കുടുംബത്തിനോ കുട്ടികൾക്കോ പോലും സമയം കൊടുക്കാതെ ഓടാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം എന്താണെന്നറിയോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 6-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരൊറ്റ ജീവിയുമില്ല എന്ന്, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ആ ജീവിയുടെ ഉപജീവനത്തിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടല്ലാതെ, യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അതിന്റെ താമസ സ്ഥലത്തെ സൂക്ഷിപ്പ് സ്ഥലത്തെ ഒക്കെ പടച്ചോൻ അറിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിലുണ്ട്.
സഹോദരങ്ങളെ, ദുനിയാവിലേക്ക് അള്ളാഹു ഒരു ജീവിയെ പടച്ചു വിട്ടിട്ടുണ്ടോ, ആ ജീവിയുടെ ഉപജീവനം കൊടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. പിന്നെ അതിന് നമുക്ക് സങ്കടം, അതിന്റെ അർത്ഥം പരിഹരിക്കണം എന്നല്ല. നമ്മൾ മാന്യമായ ഒരു ജോലി കണ്ടെത്തി, നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സമയം അള്ളാഹ്ക്ക് കൊടുത്ത്, നമ്മൾ ഹലാലും ഹറാമും വേർതിരിച്ച് ഹലാലായ ഒരു ഉപജീവനം തേടി ഇറങ്ങിയാൽ അത് തരാമെന്ന് പടച്ചോൻ ഏറ്റിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹ് ഏറ്റ ഒരു കാര്യത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? എന്തിനാണ് ദുഃഖവും ആപരാധിയുമായി അതിന്റെ പിറകെപ്പാഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരുത്തി വെക്കുന്നത്? അതുകൊണ്ട് ഉപജീവനം അത് പടച്ചോൻ ഏറ്റതാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതല്ല നടക്കുന്നത്, അതല്ലെങ്കിൽ ആഗ്രഹിച്ചത് നടക്കുന്നില്ല എന്നതാണ് സങ്കടം. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ജോലി ശരിയാകുന്നില്ല, അതല്ലെങ്കിൽ സാമ്പത്തിക രംഗം നമ്മൾ വിചാരിച്ചതുപോലെ കരകയറാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല, ദാമ്പത്യം വിചാരിച്ചതുപോലെ ആയിട്ടില്ല. നമുക്ക് എന്തേ കിട്ടുള്ളൂ? പടച്ചോൻ വിധിച്ചതേ കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അവന്റെ കാരുണ്യം അങ്ങോട്ട് തുറന്നു കൊടുക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ, അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും പറ്റൂല. ഇനിയോ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അല്ലാഹ് പിടിച്ചു വെക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് കൊടുക്കാനും ഒരാൾക്കും കഴിയൂല. അപ്പൊ നമുക്ക് കിട്ടണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടിയിരിക്കും. നമുക്കൊരു ഇപ്പോൾ ഉള്ളതിനേക്കാൾ മാന്യമായൊരു ജോലി തരണമെന്ന് പടച്ചവന്റെ വിധിയിലുണ്ടോ, അത് കിട്ടിയിരിക്കും. നമ്മുടെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാകണമെന്ന് അള്ളാഹ് വിധിച്ചു വെച്ചിട്ടുണ്ടോ, ആ കല്യാണം നടന്നിരിക്കും. നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പുരോഗതി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടോ, അത് കിട്ടും. ഇനി തൽക്കാലം അത് തരാതെ ഒന്ന് പരീക്ഷിക്കാനാണ് പടച്ചോന്റെ തീരുമാനെങ്കിൽ, സഹോദരങ്ങളെ, ചിരിച്ചത് കൊണ്ടോ കരഞ്ഞത് കൊണ്ടോ ആവലാതിപ്പെട്ടത് കൊണ്ടോ ഒരിക്കലും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല എന്ന്. ഇനി നാലാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കും പ്രയാസങ്ങളും അവരുടെ പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും കുത്തുവാക്കും കേൾക്കേണ്ടി വന്നത് ആർക്കാണ്? അത് പ്രവാചകന്മാർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം തരത്തിലുള്ള വാക്കുകളാണ് കേൾക്കേണ്ടി വന്നത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്? വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. റസൂലേ, അവര് പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്തെങ്കിലും പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫസബ്ബിഹ് ബിഹംദിക വകും മിനസ് സാജിദീൻ. താങ്കൾ ധാരാളമായി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയാ, സുജൂദുകൾ വർദ്ധിപ്പിക്കുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുത്ത് അങ്ങ് ജീവിക്കുക. അവരെന്തോ പറഞ്ഞോട്ടെ റസൂലേ, അവര് നിങ്ങൾ പറയുന്ന കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സ് ഇടങ്ങേറാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ, അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ, മരിക്കുന്നത് വരെ പടച്ചോൻ ഇബാദത്ത് എടുത്തോളൂ, നിങ്ങൾ ഓരോ വാക്ക് ശ്രദ്ധിക്കണ്ടെന്ന് അവിടെ ആശ്വാസം ഉണ്ടാകും. സഹോദരങ്ങളെ, ഈ 4 കാര്യം നോക്കൂ നിങ്ങൾ. എന്തിനേക്കാ വന്നു ചേരുന്നത്? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇത് പടച്ചോൻ തന്നതാണ് എന്ന് ചിന്തിക്കുക. ഇനി ഉപജീവനത്തിന്റെ വിഷയത്തിൽ അള്ളാഹ് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുക. അതുപോലെ തന്നെ ആഗ്രഹിച്ചത് കിട്ടുന്നില്ലെങ്കിൽ തരുന്നതും തടയുന്നതും പടച്ചോനാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ശ്രദ്ധിക്കാതെ പടച്ചോനെ ഇബാദത്ത് ഒക്കെ അള്ളാഹുവിലേക്കാണ് ബന്ധപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹനെ ശരിക്കറിഞ്ഞ് കറകളഞ്ഞ ഒരു തൗഹീദിന്റെ ഉടമയാകാൻ, സഹോദരങ്ങളെ, കറ പറ്റാത്ത തൗഹീദ് നമുക്കുണ്ടോ? അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മൾ നിർഭയത്വം ഉണ്ടാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, എന്നിട്ടോ വലം യൽബിസൂ ഈമാനഹും ബിദുൽം, ആ വിശ്വാസത്തിൽ ഒരു നിലക്കുമുള്ള അക്രമം കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്,
അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. തൗഹീദ് ക്ലിയർ ആണോ, എല്ലായിടത്തും സമാധാനം ഉണ്ടാവില്ല. അതല്ല, ജാറത്തിൽ നിന്ന് എണീക്കുന്ന സമയമല്ല. സുജൂദും പ്രാർത്ഥനയൊക്കെ ജാറത്തിന്റെ മുന്നിലാണ്. പടച്ചോനെ എന്ന് വിളിക്കാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ല. ബദരീങ്ങളെ തന്നെ ആവുമ്പോ വരണുള്ളൂ. മൊഹീദ്ദീൻ ശൈഖിനെ തന്നെയാണ് പ്രതിസന്ധിയിൽ ഇപ്പോഴും വിളിക്കുന്നത്. സിഎം ഇടപെട്ട് ഒക്കെയാണ് ശരിയാക്കി തരുന്നുള്ള വിശ്വാസത്തിലാണ്. രോഗം മാറുന്നതിന്റെ കാരണം ഇപ്പോഴും ആ കറുത്ത ചരടാണ് എന്ന് വിശ്വസിച്ചാണ് നടക്കുന്നത്. സഹോദരങ്ങളെ, നിർഭയത്വം നമുക്ക് കിട്ടൂല. ടെൻഷൻ മനസ്സ് നിറങ്ങിപ്പോകൂല. അത് അള്ളാന്റെ വാക്കാണ്. വിശ്വാസത്തിൽ ഉൽമ കലർത്താത്തവർ, അവർക്കുള്ളതാണ് നിർഭയത്വം, അവർക്കാണ് സമാധാനം, അവരാണ് നേരിന്റെ വടിയിലുള്ളത്. നമ്മുടെ പടച്ചവനോട് ബന്ധപ്പെടുക. എന്ത് സങ്കടം ഉണ്ടെങ്കിലും കയറെടുത്ത് തൂങ്ങല്ല. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കല്ല. റബ്ബിലേക്ക് കൈനീട്ടുക. അവൻ പറഞ്ഞ ഇബാദത്തിൽ കുറച്ചുകൂടി കണിശത കാണിക്കുക. പടച്ചോനെ മറക്കണ ഏതെങ്കിലുമൊക്കെ നിമിഷം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അത് തിരുത്തുക. സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ വിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ള പറഞ്ഞ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഇബാദത്തുകളും ജീവിതത്തിൽ സജീവമാക്കുക. പടച്ചവനിൽ തവക്കുലാക്കുക. അവനിൽ പ്രതീക്ഷയർപ്പിക്കുക. അവിടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും. ദീർഘമായ വർഷം വാതരോഗത്തിന് സമാനമായ രോഗാവസ്ഥയിൽ കിടന്നിട്ടും ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സമാധാനിച്ചില്ലേ? കണ്ടുനിന്ന സ്വഹാബത്ത് കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ? കരഞ്ഞവരോട് അദ്ദേഹം പറഞ്ഞില്ലേ? പടച്ചോൻ തെരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിന് കരയണമെന്ന്? സഹോദരങ്ങൾ, അത് ഈ ബോധ്യമുണ്ടായപ്പോഴാണ്. അതുകൊണ്ട് തൗഹീദാണ് ടെൻഷനുള്ള പരിഹാരം. പടച്ചോനെ അറിയലാണ് എല്ലാ ദുഃഖങ്ങളും നീങ്ങിക്കിട്ടാനുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ആ റബ്ബിലേക്ക് വിനയപ്പെട്ടെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് പറഞ്ഞ രൂപത്തിൽ വിശുദ്ധമായി രഹസ്യവും പരസ്യവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അലാ ഉഅല്ലിമുകി കലിമാതി, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. തഖൂലീനഹുന്ന ഇൻദൽ കർബി ഔ ഫിൽ കർബ്, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ പ്രയാസം നീങ്ങി കിട്ടുന്ന ഒരു ദിക്ർ ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന്. സഹോദരങ്ങളെ, പഠിക്കാൻ എളുപ്പമുള്ള ചെറിയൊരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. അല്ലാഹു റബ്ബി, രണ്ടു തവണ അല്ലാഹുവിനെ വിളിച്ച്, അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബ്, ലാ ഉശ്രികു ബിഹി ശൈഅ, ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. നോക്കൂ നിങ്ങൾ, എന്റെ പ്രശ്നം നീക്കണേ, എന്റെ പ്രയാസം നീക്കണേ ഒന്നും അതിലില്ല. തൗഹീദ് ഒന്നും കൂടി എന്നെ ശക്തമായി പറയാണ് ചെയ്യുന്നത്. പടച്ചോനെ, അല്ലാഹ് നീയാണ് എന്റെ റബ്ബ്, ലാ ഉശ്രികു ബിഹി ശൈഅ, നിന്നിൽ ഞാൻ ഒന്നും പങ്കു ചേർക്കുകയില്ല എന്ന ഈ ഒരു ചെറിയ ദിക്ർ, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ എന്ന ഈ ദിക്ർ, അസ്മാ, താങ്കൾ നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, കഷ്ടപ്പാടിന്റെ സമയത്ത് പറയാൻ ഒരു തുറവിയും പരിഹാരവും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് ക്ലിയറാക്കി റബ്ബിനെ അറിയേണ്ട വിധം അറിഞ്ഞ് ആ റബ്ബിലേക്ക് സർവ്വം സമർപ്പിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും നേടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.